അങ്ങനെ പൂരം വരവായി രാവിലെ ആറാട്ടിന് ശേഷം നെയ്തലക്കാവിൽ അമ്മ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് നടത്തുകയാണ്. വഴിയിലുടനീളം ജനങ്ങളുണ്ട്. നെയ്തലക്കാവിൽ അമ്മയെ സ്വീകരിക്കുകയാണ്. ഓരോ ഇടത്തും നമുക്ക് എവിടെ എത്തി എന്നൊക്കെ നോക്കാം. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും എത്തുന്നു. സാനു ഉണ്ട് കൂടെ. സാനു, ഇപ്പോൾ എവിടെ എത്തി? വിശ്വപ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന്റെ തെക്കേ ഗോപുരനട തുറന്നിടാൻ വേണ്ടിയിട്ട് നെയ്തലക്കാവിലമ്മ പുറപ്പെട്ടിരിക്കുകയാണ്. അത് ഏകദേശം 3 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. ഇനിയൊരു 3 കിലോമീറ്റർ കൂടെ മാത്രമാണ് ശിവപുരിയിലേക്ക്, വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് അവശേഷിക്കുന്നത്. ഈ റോഡിന് ഇരുവശവും കൂടി നിൽക്കുന്നവർ പൂരാവേശത്തോടുകൂടി നെയ്തലക്കാവിലമ്മയെ സ്വീകരിക്കുന്നു, വിളക്ക് കൊളുത്തി സ്വീകരിക്കുന്നു. അവർ ഒപ്പം കൂടിയിരിക്കുകയാണ്. അതായത് ഈ ഒരു ഘോഷയാത്രയ്ക്കൊപ്പം തന്നെ കൂടിയിരിക്കുകയാണ്. ഈ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് ഈ ഉള്ള നെയ്തലക്കാവിലമ്മയുടെ യാത്രയ്ക്കൊപ്പം കൂടിയിരിക്കുകയാണ്. എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറക്കാൻ വേണ്ടി പൂരവിളംബരം നടത്തുന്നതിന് വേണ്ടി ഈ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക്, ഈ വടക്കുന്നാഥന്റെ മണ്ണിലേക്കുള്ള യാത്ര തുടരുകയാണ്. അതായത് തെക്കേ ഗോപുരനട തുറന്നതിന് ശേഷം വടക്കുന്നാഥന്റെ മുന്നിലെത്തി അവിടെ പൂരവിളംബരം നടത്തുന്നതോടുകൂടിയാണ്, അടിയന്തരമാരാർ 3 പ്രാവശ്യം ശംഖു ഉണർത്തുന്നതോടുകൂടിയാണ് ഈ വിശ്വപ്രസിദ്ധമായിട്ടുള്ള പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് തുടക്കമാവുന്നത്. രാവിലെ 8 മണിക്ക് പുറപ്പെടുമെന്നായിരുന്നു. അതായത് നെയ്തലക്കാവിലമ്മ ശിവപുരിയിലേക്ക്, വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് 8 മണിക്ക് ഘോഷയാത്രയായി പുറപ്പെടുമെന്നായിരുന്നു ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ തുടർന്ന് സമയത്തെ മാറിയാണ്. അതായത് 8 ശേഷമാണ് ഈ ഒരു ഘോഷയാത്ര തന്നെ ആരംഭിച്ചത്. തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദർശനമാണ് ഈ ക്ഷേത്രത്തിൽ െത്തി. അവിടെയാണ് കാക്കാമാരുടെ നേതൃത്വത്തിലുള്ളൊരു മേളം ഉണ്ടാവും. അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷമാണ് തെക്കേ ഗോപുരനട തുറക്കുന്ന ചടങ്ങുണ്ടാവുക. തീർച്ചയായും നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സാനു, രാവിലെ നല്ല മഴയായിരുന്നു തൃശ്ശൂരിൽ. ചെറുതായിട്ട് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തത്സമയം രാവിലെ പുത്തൻപുലരി അവിടെ നിന്ന് പ്രക്ഷേപണം ചെയ്യുമ്പോഴും മഴ തുടർന്നുകൊണ്ടേയിരുന്നു. സാനു ഒക്കെ റിപ്പോർട്ട് ചെയ്തതും ഈ മഴയിൽ നിന്നാണ്. ഇപ്പോൾ എന്തായാലും ആകാശം തെളിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു കാലാവസ്ഥ ആകെ ഈ ഒരു മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിലേക്ക് പ്രകൃതി കൂടി എത്തി എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതായത് വെയിലില്ലാത്ത ഒരു കാലാവസ്ഥ, ചെറിയ തണുപ്പുള്ള ഒരു കാലാവസ്ഥ, എല്ലാവർക്കും സുഖകരമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ, പൂരാവേശത്തിനൊപ്പം ചേരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതി കൂടി ഈ ഒരു തൃശ്ശൂർ പൂരത്തിലേക്ക് അലിയുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എന്തായാലും മഴയെല്ലാം മാറി. മഴയുണ്ടെങ്കിൽ തന്നെ തങ്ങളുടെ പൂരാവേശത്തിനെ കെടുത്താൻ സാധിക്കില്ല തൃശ്ശൂരിലെ ജനത രാവിലെ തന്നെ അറിയിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ മഴയൊക്കെ പലത് കണ്ടതാണ്. ആ മഴയിലൊന്നും തങ്ങളുടെ പൂരാവേശം അല്ലെ പൂരത്തോടുള്ള പ്രേമം ഇല്ലാതാക്കാൻ കഴിയില്ല. എന്ത് വന്നാലും ഞങ്ങൾ പൂരത്തിനൊപ്പം ഉണ്ടാകുമെന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് തൃശ്ശൂർ ജനത നിൽക്കുന്നത്. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടതാണ് പൂരത്തിന്റെ സാമ്പിൾ അടക്കം ആ ഒരു ആവേശം കാണാൻ സാധിച്ചു. ആ ഒരു ആവേശം തന്നെയാണ് ഈ നെയ്തലക്കാവിലമ്മ ഗോപുരനട തുറക്കാൻ വേണ്ടിയിട്ട് വടക്കുന്നാഥന്റെ മണ്ണിലേക്കുള്ള ഈ ഘോഷയാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം വലിയൊരു സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തമൊപ്പം തന്നെ വലിയൊരു പുരുഷാരം ഈ എറണാകുളം ശിവകുമാറിനൊപ്പം നെയ്തലക്കാവിലമ്മയ്ക്കൊപ്പം ഈ ശിവപുരിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഏകദേശം 3 കിലോമീറ്റർ ാണ്. ഇനി ഒരു 3 കിലോമീറ്റർ കൂടി മാത്രമാണ് ഈ ഒരു ഘോഷയാത്ര അവശേഷിക്കുന്നത്. ഇനി ശേഷിക്കുന്ന ദൂരമുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വടക്കുന്നാഥനിലേക്ക് ഈ ഘോഷയാത്ര എത്തിച്ചേരും. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ചൂടായിരുന്നു. എന്തായാലും ഭൂമിയെ തണുപ്പിക്കാനായി ഒരു ശക്തമായ മഴ ഇന്ന് പുലർച്ചെ മുതലേ തൃശ്ശൂരിൽ ഉണ്ടായി. അതിനുശേഷം നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്തോടു കൂടി പ്രകൃതിയും അങ്ങനെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. ഇനി രാവിലെ 11 മണിയോടുകൂടി വടക്കുംനാഥൻ്റെ സന്നിധിയിലേക്ക് എത്തും നെയ്തലക്കാവിലമ്മ. അതിനുശേഷം പ്രദക്ഷിണം വച്ചതിന് ശേഷം തെക്കേ ഗോപുര നട തള്ളി തുറന്ന പൂരവിളംബരം ചെയ്യും. ഇനിയുള്ള 36 മണിക്കൂറിലധികം സമയവും നാദമേള വർണ്ണ വിസ്മയങ്ങളുടെ വിസ്മയ കാഴ്ചകൾ തന്നെയായിരിക്കും തൃശ്ശൂർ പേരൂരിൽ നിന്നും നൽകാനും കഴിയുക, കാണാനുമാവുക.